നീന കുറുപ്പിനെ ചീത്ത വിളിക്കുന്ന വോയിസ് നോട്ടിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ അറിയുന്നത്, മെമ്പേഴ്സ് അടക്കം കേട്ടോ. നമുക്ക് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അവിടുത്തെ വിവരങ്ങൾ അറിയുന്നത്. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോലും അമ്മയിൽ ഒരു മെമ്പർക്കും ഇതുവരെ കിട്ടിയില്ല എന്ന് ഞാൻ ആണായിട്ട് പറയാം. എല്ലാ കാര്യങ്ങളും 7 മണിക്കൂർ ചർച്ച നടന്നാലും 8 മണിക്കൂർ ചർച്ച കിട്ടിയാലും നിമിഷ നേരം കൊണ്ട് ഒരു യൂട്യൂബർ അറിയും. ബാക്കി എല്ലാ മാധ്യമങ്ങളെയും നോക്കുകുത്തിക്കൊണ്ടായ ഇദ്ദേഹത്തിന് മാത്രം കൊടുക്കുന്നത് ആരാണ് എന്ന് എത്രയോ വർഷമായിട്ട് മെമ്പേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരവില്ല. അവർക്ക് കൊടുക്കുന്നത് ഒഫീഷ്യൽ, അത് ലീക്ക്, അത് പ്രശ്നം, അത് സംസാരിക്കാൻ പാടില്ല, അത് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. എന്നാൽ ആരെങ്കിലും മെമ്പേഴ്സ് തമ്മിൽ സംസാരിച്ചാൽ അത് പ്രശ്നം. അൻസിബയ്ക്ക് ആദ്യം തന്നെ വിലക്ക്. അൻസിബ കഴിഞ്ഞ വർഷം സഞ്ജീവിന് ചാർജ് ഉണ്ടായിരുന്ന ഒരാളാണ് മരുന്ന് കൊടുക്കുന്നത്. മുഴുവൻ സീനിയർ മെമ്പേഴ്സിനും അൻസിബയ്ക്ക് സ്വന്തം മോളെ പോലെയായിരുന്നു. ഓരോ പ്രാവശ്യവും 4-5 പ്രാവശ്യം ഒരു പനിയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി വിളിക്കും, എന്താണെന്ന് ചോദിക്കും, കമ്പാഷനറ്റ് ആയിട്ട് ഇടപെടും. അൻസിബയ്ക്ക് ഉണ്ട ഒരു പവർ, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ വന്നപ്പോൾ അത് പലരിലും ഒരു ടെൻഷൻ ഉണ്ടാക്കി. ആദ്യം തന്നെ സഞ്ജീവിനയുടെ ചാർജ് മാറ്റിയ ആൾ കുഴപ്പമില്ല, ഡോക്ടർ റോണിയാണ്, കിടിലുമാണ്, ഡോക്ടർ റോണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അൻസിബയ്ക്ക് ഇത് പേഴ്സണലി വിഷമമുണ്ടായി. അപ്പോൾ അൻസിബയുടെ എല്ലാ എതിർപ്പും ഇതിനൊക്കെ കാരണമാണെന്ന് ഒരു ചാപ്പ കുത്തിക്കൊണ്ട് അൻസിബ എടുക്കുന്ന ഒഫീഷ്യലായിട്ട് കമ്മീഷൻ വാങ്ങിക്കുന്ന എതിർത്തു. അത് കഴിഞ്ഞ് ഈ സ്റ്റീഫൻ ദേവസിൻ്റെ ചർച്ച എതിർത്തു, AV കൊണ്ടുവരുന്ന കാര്യം എതിർത്തു. അത് നമ്മളുടെ മെമ്പേഴ്സിൻ്റെ ആൾക്കാർക്കല്ല ഈ പൈസ പോകേണ്ടത്, എല്ലാ മെമ്പേഴ്സും ഒരുപോലെയാണ്, മെമ്പേഴ്സിൻ്റെ ബന്ധുക്കൾക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് അൻസിബ എതിർത്തു. അൻസിബയുടെ കൂടെ കുക്കു മൗനമായിട്ടും കുക്കു കുറച്ച് തിരുക്കിയിട്ട് നീനയും അങ്ങനെ എതിർത്ത് ഇവരൊരു ഗ്രൂപ്പായി മാറി. കുക്കു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടാതിരുന്നകളെ. അപ്പോൾ അങ്ങനെ ഈ ഗ്രൂപ്പ് വഴക്ക് കൂടിക്കൂടി ഈ എതിർപ്പിൻ്റെ എല്ലാം ഈസിയിൽ പെർമിഷൻ എടുക്കാതെ ഈ പ്രോഗ്രാമുകളെല്ലാം അവിടെ നടന്നു. ഈസിയിൽ പെർമിഷൻ എടുക്കാതെ ആരാണ് ഈ പ്രോഗ്രാം അനുവദിച്ചതെന്ന് ഇന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഈ ഗ്രൂപ്പിലെ വലിയ വഴക്കിൻ്റെ അവസാനമാണ് നമ്മൾ കേട്ട ആ വൃത്തികെട്ട ഒരു ഫോൺ സംഭാഷണം. അതിന് ഞങ്ങൾ അടക്കം ഒരുപാട് ആൾക്കാർ മെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ ഒന്നും പാടില്ല, ഇതിനൊരു നടപടി വേണം. ഇതുവരെ ഇന്നേ നാൾ വരെ അവിടെ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി വെച്ചു എന്നല്ലാതെ ഒരു നടപടിയും ആ പെൺകുട്ടിക്കെതിരെ ഉണ്ടായില്ല. ഒരു മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. എന്നുവെച്ചാൽ അത് ഒരു അപ്പോൾ ഇത് ഉള്ളിൽ കോംപ്രമൈസ് തീർക്കാൻ എല്ലാവരെയും സ്നേഹമായിട്ട് വിളിച്ചിരുത്തി പോട്ടെ പിള്ളേരെ ഇതെന്താ എന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ സീനിയേഴ്സായിട്ടോ പരസ്പര ബഹുമാനമുള്ള ഒരു കമ്മിറ്റി മെമ്പർ പോലും അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.